മാഷേ ഓർമ്മയുണ്ടോ ഈ ട്രോഫികളെയും ഈ ഡ്രിൽ മാഷിനെയും? മാഷേ എത്ര വർഷമായി ഒന്ന് കണ്ടിട്ട്? മാസങ്ങളൊക്കെ വർഷം പോലെയാണ് മാഷേ ഇപ്പൊ എനിക്ക്. അതെ അതെ, ഇടയ്ക്കൊക്കെ വരാലോ, മാഷ് വരാഞ്ഞിട്ടല്ലേ? അതിനുള്ള അവസരം നിങ്ങൾ തരണില്ലല്ലോ. അല്ല ഇപ്പൊ എന്തിനാ ഇപ്പൊ എന്നെ വിളിപ്പിച്ചിട്ട് കാണണമെന്ന് പറഞ്ഞ്? അതായത് ഞാൻ നമ്മുടെ ഇവിടുത്തെ ഈ രക്ഷകർത്താക്കളെയും കുട്ടികളെയൊക്കെ ആയിട്ട് ഫോണിലൊരു സർവേ നടത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, പക്ഷേ നമ്മുടെ ഈ കുട്ടികളുണ്ടല്ലോ, ഇവരുടെയൊക്കെ ഈ ഓൺലൈൻ ക്ലാസ്സിലൂടെ പഠിച്ച് ബോറടിച്ച് അവരുടെ ബുദ്ധി ഒന്ന് വികസിക്കുന്നില്ല. ബ്രെയിൻസ് സെൽസ് ഒക്കെ ഡെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അങ്ങനെ അല്ലല്ലോ അറിഞ്ഞത്. നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോ നല്ല ക്ലാസ് അല്ലേ? പൊതുവെ ഞങ്ങൾ അറിഞ്ഞ അഭിപ്രായം അതാണ്. അത് പക്ഷെ എനിക്ക് കൊണ്ട് വേറെ അറിവില്ലാത്ത ആരെങ്കിലും എടുത്തിട്ട് മാഷിനോട് ആ വിവരം പറഞ്ഞതായിരിക്കും. പക്ഷെ ഞാനിപ്പോൾ പറയുന്നത്, നമ്മുടെ കുട്ടികളെ ഈ പഠനത്തോടൊപ്പം കുറച്ച് ഫിസിക്കൽ ട്രെയിനിങ്, പുതിയ കളികൾ, കുറച്ച് വ്യായാമ മുറകൾ, കുറച്ച് യോഗ, ഇതൊക്കെ പഠിപ്പിച്ചാൽ നമുക്ക് അവരെ വളരെ മിടുക്കരാക്കി മാറ്റാൻ പറ്റും. മാഷേ ഇതിപ്പോ അവര് ട്രെയിൻ ചെയ്യാണ്ട് തന്നെ മുറ്റത്തുനിന്ന് കയറുന്നില്ല. അതാണ് ഇപ്പോ കുടുംബക്കാരുടെ. പക്ഷെ അതിപ്പോ മുറ്റത്ത് അവർ കളിക്കുന്നത് എന്താ? കഞ്ഞിയും കറിയും മറ്റേ കോലി കളി, അങ്ങനെയുള്ള ചന്നവിന കളി. ഇത് അതല്ല. ഇത് വിദേശ രാജ്യങ്ങളിലുള്ള വളരെ പ്രഗത്ഭരായിട്ടുള്ള ഫിസിക്കൽ ട്രെയിനേഴ്സിന്റെ പുതിയ മുറകൾ. അത് ഞാൻ ഈ ലോക്ക്ഡൌൺ ടൈമിൽ വീട്ടിൽ ഇരുന്ന് പഠിച്ചെടുത്തതാണ്. അപ്പൊ ഒരു കാര്യം ചെയ്യും മാഷേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഓൺലൈൻ ക്ലാസ് എടുക്കുന്ന മാഷുമാരായിട്ട് മാഷ് ഒന്ന് ഡിസ്കസ് ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കും. അവർ മനോഹരമായിട്ട് ക്ലാസ് എടുക്കട്ടെ. ഇവരുടെ ക്ലാസ് കണ്ടിട്ടാണ് കുട്ടികൾ ബോറടിച്ചിരിക്കുന്നത്. വീണ്ടും ഇതൊക്കെ അവരുടെ തന്നെ ഏൽപ്പിച്ചാൽ അത് ആകെ ചളവളാവും മാഷേ. പിന്നെ ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണം എന്നാ മാഷ് പറയുന്നത്? അതായത് മാഷേ, ഈ പഠിച്ച സംഭവങ്ങളൊക്കെ ഞാൻ എല്ലാം ഷൂട്ട് ചെയ്ത് എൻ്റെ മൊബൈലിലാക്കിയിട്ടുണ്ട്. മാഷ് ഇത് എടുത്തിട്ട് നമ്മുടെ കുട്ടികൾക്ക് ദിവസവും വെറും 1 മണിക്കൂർ ഇതങ്ങോട്ട് കൊടുത്തു നോക്കുക നമ്മളെ ചാനലിലൂടെ. മാഷ് എന്ത് പ്രാന്തായി പറയണ്? PTAക്കൊക്കെ ഓൺലൈൻ ക്ലാസ് എടുക്കേ? അത് എവിടത്തെ ന്യായ? മാഷ അല്ലാത്ത സിലബസ് തന്നെ മര്യാദക്ക് തീരുന്നില്ല കുട്ടികൾക്ക്. പിന്നെ അതിന്റെ ഇടയിൽ കൂടെ ഇനിയിപ്പോ കളിക്കാനും കൂടി പറഞ്ഞാലേ ശരി. അതെന്താണ്? മാഷന്മാർക്ക് അർപ്പണബോധമില്ല. അവർക്ക് അവർക്ക് വന്ന് ഈ ടിവിയുടെ ക്യാമറയുടെ മുമ്പ് വന്ന് ഷൈൻ ചെയ്യണം, ഷോ ചെയ്യണം. മാഷെന്താ ഉദ്ദേശിച്ചത് ഇപ്പൊ? അതായത് മാഷെ, ഞാനിപ്പോ ഈ ചെയ്ത സാധനം ഉണ്ടല്ലോ, വീഡിയോ, അത് നമ്മുടെ ചാനലിലൂടെ കുട്ടികളിലേക്ക് എത്തിക്കുക. PT ക്ലാസ് ദിവസേന 1 മണിക്കൂർ ഓൺലൈനായിട്ട്. മാഷ്ക്ക് എന്താ വട്ടുണ്ടോ? നടക്കണ വല്ല കാര്യം പറയും മാഷെ. 100 പണിയുണ്ട് ഇവിടെ. അതിലിടയ്ക്ക് വന്നിട്ട് ഓരോന്ന് പറയാൻ നിൽക്കുകയാണ്. അതെ മാഷേ, അതെ ഞാനും ഒരു അധ്യാപകനൊക്കെ അല്ലേ. കുട്ടികള് ടിവിയിൽ കൂടെ നമ്മളെ കാണുന്നൊരു ആഗ്രഹം നമ്മുടെ ഉള്ളിലൊക്കെ. അത് ഷോ അല്ല അല്ലേ മാഷേ? ഷോ അല്ല, അതിന്റെ കൂടെ ഞാൻ വേറെ സംഭവം കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്. ഞങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് ഓരോന്ന് കൊടുത്തോണ്ടിരിക്കുന്നത്. കുറെ നാളായിട്ട് കൊടുക്കല്ലേ മാഷേ? ഇടയ്ക്ക് ഞങ്ങൾക്കൊക്കെ ഒരു അവസരം തരണ്ടേ? മാഷെ ഒരു കാര്യം ചെയ്യാം. ഇപ്പം ദിവസം എന്നുള്ളത് നമുക്ക് 2 ദിവസത്തിൽ ഒരിക്കൽ മാഷ ഒന്ന് പോവാൻ നോക്കിയായിരുന്നു. ആഴ്ചയിൽ 1 ദിവസമെങ്കിലും PT ക്ലാസ് പറ്റില്ലെന്ന് ഓൺലൈനായിട്ട്. പറ്റില്ല? മാഷ്ക്കെന്താ ഇരുന്നിരുന്ന് വട്ടായ? പിന്നെ എന്റെ ഓൺലൈൻ ക്ലാസ് നടത്താൻ പറ്റില്ലോ എന്ന് ഞാൻ കാണിച്ചു തരാം. അതെങ്ങനെ? നിങ്ങൾക്ക് മേളിൽ വേറെ കുറെ ആൾക്കാരുണ്ട് ഈ സ്കൂൾ നടത്തിപ്പിൽ. ഞാൻ അവരുമായിട്ട് കണ്ട് സംസാരിച്ചോളാം. എന്നിട്ട് കാണാം നമുക്ക്. കാണാം. നിങ്ങളോടും കൂടെ കോങ്ങാം മാഷെ.